وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، قال الإمام أبو محمد الحسن بن علي ابن خلف البربهاري رحمه الله: وكل ما سمعت من الآثار شيئا مما لم يبلغه عقلك نحو قول رسول الله صلى الله عليه وسلم: قلوب العباد بين إصبعين من أصابع الرحمن. ഇമാം ബർബഹാരി റഹ്മഹുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള സിഫാത്തുകളെ സംബന്ധിച്ച് നീ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ആസാറുകളിൽ വന്നിട്ടുള്ള നിന്റെ ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നഹ്വ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലൂബുൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ, സൃഷ്ടികളുടെ ഹൃദയങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ് എന്ന് വന്നിട്ടുള്ള ഹദീസുകൾ. ഇങ്ങനെ നമ്മളെ ബുദ്ധി കൊണ്ട് നമുക്ക് അതിൻ്റെ യഥാർത്ഥ രൂപം കൈഫിയത്ത് കണ്ടെത്താൻ സാധിക്കാത്ത സിഫാത്തുകളെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ നമുക്ക് വന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ വഖൗലിഹി ഇന്നല്ലാഹ യൻസിലു ഇലാ സമാഇ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയപ്പെട്ടുള്ള ഹദീസ്. ഈ ഒരു ഹദീസ് തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. മാത്രമല്ല ഇമാം ദാറഖുത്നി റഹ്മഹുല്ലാഹ് നുസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ ഈ ഹദീസിൻ്റെ എല്ലാവിധ റിപ്പോർട്ടുകളും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഹദീസുൻ നുസൂൽ എന്താണ്, മുതവാത്തിറാണ് എന്നുള്ള വിഷയമാണ്. അള്ളാഹു എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവസാനത്തെ 1/3 ഭാഗം ബാക്കിയാകുന്ന സമയത്ത് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ഹദീസ്. വയൻസിലു യൗമ അറഫ, അറഫ ദിവസത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയുന്ന ഹദീസ്. അതിൻ്റെ ലഫ്ളുകളിൽ വന്നിട്ടുള്ളത് സൃഷ്ടികളോട് അടുക്കുമെന്നുള്ളതാണ്, യദ്നു എന്നുള്ളതാണ്. വയൻസിലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു പറഞ്ഞു വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബ് വരും, അതുപോലെ തന്നെ മലായിക്കത്തുകൾ സഫ് സഫായി കൊണ്ടുവരുമെന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് അവിടെ എന്താണ്, അള്ളാഹുവിൻ്റെ നുസൂലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകൾ വയൻസിലു യൗമൽ ഖിയാമ എന്ന് പറയുന്ന ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം മുസ്ലിം, ഇമാം ഇബ്നു ഖുസൈമ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറഫ ദിവസത്തിൻ്റെതാണെങ്കിൽ നുസൂലല്ല, മറിച്ച് ദുനുവാണ്, അള്ളാഹു അടുത്ത് വരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വഇന്ന ജഹന്നമ ലാ യസാലു യുത്റഹു ഫീഹാ
حتى يضع عليها قدمه جل ثناؤه. നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖദമിനെ, അവൻ്റെ പാദത്തെ എന്ത് ചെയ്യും? നരകത്തിൻ്റെ മേൽ വെക്കും എന്നുള്ള ഹദീസ് വന്നിട്ടുണ്ട്. അങ്ങനെ നരകം എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോകുമെന്നുള്ളത്. വഖൗലില്ലാഹി തആല ലിൽ അബ്ദ്, അതുപോലെ തന്നെ അള്ളാഹു അടിമയോട് പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിൽ വന്നു, ഇൻ മശൈത ഇലയ്യ ഹർവൽതു ഇലൈക, നീ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ നിന്നിലേക്ക് എന്ത് ചെയ്യും? ഓടി വരുമെന്നുള്ളത്. ഇങ്ങനെ അതുപോലെ തന്നെ വഖൗലിഹി ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സൂറത്തിലാണ് എന്നുള്ളത്. വഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ റിവായത്ത് ചെയ്തത്, റഅയ്തു റബ്ബി ഫി അഹ്സനി സൂറ, എൻ്റെ റബ്ബിനെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹദീസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമാം ബർബഹാരി എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ പല സിഫാത്തുകളുമുണ്ട്. അള്ളാഹുവിന് വിരലുകളുണ്ട് എന്നുള്ളത്, സൃഷ്ടികളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിരലുകളിൽ പെട്ട 2 വിരലുകൾക്കിടയിലാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിന് 2 വിരൽ മാത്രമല്ല ഉള്ളത്, 2ലേറെ വിരലുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അള്ളാഹു സൃഷ്ടികളുടെ അടുത്തേ അടുക്കുമെന്നുള്ളത് അറഫ ദിവസത്തിൽ അടുക്കുമെന്ന ഹദീസിൽ വന്നു. അതുപോലെ തന്നെ നരകത്തിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പാദം വെക്കും. അള്ളാഹുവിന് എന്തുണ്ട്? പാദമുണ്ട്, ഖദമുണ്ട് എന്നുള്ളത് ഹദീസിൽ വന്നു. മറ്റൊരു റിവായത്തിൽ റിജുലഹു, അവൻ്റെ കാല് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹർവലത്തിനെ സംബന്ധിച്ച്, ഓട്ടത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തു? ഇവിടെ ഹദീസിൽ വന്നു. അള്ളാഹുവിന് സൂറത്തുണ്ട്, അള്ളാഹുവിന് എന്തുണ്ട്? രൂപമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തു? ഹദീസിൽ നസ്സായി വന്നു. ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അതിൻ്റെ രൂപം കിട്ടുകയില്ല. അങ്ങനെയുള്ള ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ വാ അഷ്ബാഹി ഹാദിൽ ഹദീസ്, ഇതുപോലുള്ള ഹദീസുകൾ വന്നു കിട്ടിക്കഴിഞ്ഞാൽ ഫഅലൈക ബിത്തസ്ലീം, നിൻ്റെ മേലുള്ള കർത്തവ്യം എന്താണ്? അതിന് പൂർണ്ണമായി കീഴൊതുങ്ങുക. വത്തസ്ദീഖി, അതിനെ എന്ത് ചെയ്യുക? സത്യപ്പെടുത്തുക. വത്തഫ്വീദ് വറിള, അതിൻ്റെ രൂപം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ വന്ന തഫ്വീദ് എന്ന് പറയുന്ന പ്രയോഗം ഇമാം ബർബഹാരി ഉപയോഗിച്ചിട്ടുള്ളത് പിൽക്കാലക്കാരായ അശ്അരികളും അതുപോലെ തന്നെ ജഹ്മികളും ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. തഫ്വീദ് അൽ മഅനയല്ല, ഒരു സിഫത്തിൻ്റെ ആശയത്തെ എന്ത് ചെയ്യലാണ്? അള്ളാഹുലേക്ക് വിടുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് തഫ്വീദുൽ കൈഫാണ്, രൂപത്തെ അള്ളാഹുലേക്ക് വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനെ എന്ത് ചെയ്യണം? പരിപൂർണമായി അംഗീകരിക്കുക, അതിനെ കീഴൊതുങ്ങുക, അതിൽ തൃപ്തിപ്പെടുക. വലാ തുഫസ്സിർ ശൈഅൻ മിൻ ഹാദിഹി ബിഹവാക, നിൻ്റെ ഹവ കൊണ്ട് ആ ഹദീസുകളിൽ ഒന്നിനെയും എന്ത് ചെയ്യരുത്? ദുർവ്യാഖ്യാനിക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ യഥാർത്ഥ അർത്ഥം അതാണ് എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഫഇന്നൽ ഈമാന ബിഹാദാ വാജിബ്, അതിൽ വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്. ഫമൻ ഫസ്സറ ശൈഅൻ മിൻ ഹാദാ ബിഹവാഹു ഔ റദ്ദഹു ഫഹുവ ജഹ്മി, ആരെങ്കിലും ഇതിനെ എന്ത് ചെയ്യാണ്? ദുർവ്യാഖ്യാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖദമാകട്ടെ, നുസൂലാകട്ടെ, അള്ളാഹുവിൻ്റെ ഇസ്ബ ഉണ്ട് എന്ന് പറഞ്ഞതാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞത്, കൈയുണ്ട് എന്ന് പറഞ്ഞതാകട്ടെ, അള്ളാഹുവിൻ്റെ വജ്ഹാകട്ടെ, ഇതിനെല്ലാം മറ്റ് അർത്ഥങ്ങളിലേക്ക് വ്യാഖ്യാനിക്കൽ അതെന്താണ്? ബി ഹവാഹു ഔ റദ്ദഹു, സ്വന്തം ഹവ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാണെങ്കിൽ ഫഹുവ ജഹ്മി,
അവൻ ജഹ്മിയാണ് എന്നുള്ളതാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളമായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സിഫാത്തുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളതിനെ പരിപൂർണമായി ഉൾക്കൊള്ളുക, അതിനെ സത്യപ്പെടുത്തുക, അതിൽ തൃപ്തിപ്പെടുക. അതിൻ്റെ ഭാഷാപരമായിട്ട് എന്താണോ അതിൻ്റെ അർത്ഥം, എന്താണോ സലഫു സാലിഹീങ്ങൾ നൽകിയ അർത്ഥം, അത് സ്വീകരിക്കുക. അതല്ലാതെ പിൽക്കാലക്കാരായ ജഹ്മികളും അതുപോലെ തന്നെ അവരെ പിൻപറ്റിയുള്ള അശ്അരികളും മാതുരിദികളും നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ അത് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഈ ഹദീസുകളെ സംബന്ധിച്ച് ചോദിച്ചതായിട്ട് നമുക്ക് ഇമാം അജുരി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ശരീഅയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് കുല്ലുഹ സഹീഹ, ഇതെല്ലാം സഹീഹാണ്. അതുപോലെ തന്നെ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹ്മഹുള്ള പറഞ്ഞത് എന്താണ്? ലാ യറുദ്ദുഹ ഇല്ല മുബ്തദിഅ, അതിനെ തള്ളിക്കളി ആര് മാത്രമാണ്? മുബ്തദിഅ മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനഹജ് എന്താണ്? അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. സലഫു സാലിഹീങ്ങൾ പറയാറുണ്ടായിരുന്നു, അമിറുഹ കമാ ജാഅത്, അത് വന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? വിട്ടേക്കുക. ഖദം എന്ന് പറഞ്ഞാൽ ഖദം തന്നെ, വജ്ഹ് എന്ന് പറഞ്ഞാൽ വജ്ഹ് തന്നെ, അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന് പറഞ്ഞാൽ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇറക്കം തന്നെ, അതങ്ങനെ തന്നെ വിട്ടേക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളുടെ കാര്യം ഉള്ളത്. ഇമാം മാലിക് റഹ്മഹുള്ളയോട് ഈ ഇസ്തിവാഇനെ സംബന്ധിച്ച് അള്ളാഹു മുഴുവൻ സൃഷ്ടികൾക്കും ഉപരിയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇസ്തിവാഇനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ട സമയത്ത് അള്ളാഹു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നുള്ള ആയത്ത് വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഇമാം മാലിക്കിനോട്, കൈഫ ഇസ്തവ, അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവായിലായിട്ടുള്ളതെന്ന് ചോദിച്ചു. എങ്ങനെയാണ് അള്ളാഹു അർഷിൻ്റെ ഉപരിയിലായിട്ടുള്ളതെന്ന് ചോദിച്ചു. അതിൻ്റെ രൂപം എങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അൽ ഇസ്തിവാ മഅലൂം. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അറബി ഭാഷയിൽ എന്താണ്? ഉപരിയിലായി എന്നുള്ളതാണ് അർത്ഥം. വൽ കൈഫു മജ്ഹൂൽ, രൂപം നമുക്ക് അറിഞ്ഞുകൂടാ. വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് ചോദിക്കൽ എന്താണ്? ബിദ്അത്താണ്. അപ്പോൾ ഇതാണ് വിഷയം. ശേഷം ബർബഹാരി റഹ്മഹുള്ള പറയുന്നു, വമൻ സഅമ അന്നഹു യറാ റബ്ബഹു ഫി ദാരി ദുനിയ ഫഹുവ കാഫിറുൻ ബില്ലാഹി അസ്സ വജൽ. ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരാൾ വാദിക്കുകയാണ്, ദുനിയാവിൽ അയാൾ തൻ്റെ റബ്ബിനെ കണ്ടു എന്ന് വാദിക്കുകയാണ്, അള്ളാഹിനെ കണ്ടു എന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. അപ്പോൾ ഒരാൾ നേർ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ, ദുനിയാവിൽ വെച്ച് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. കാരണം എന്താണ്? മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു, ഖാല റബ്ബി അരിനി അൻദുറു ഇലൈക്, റബ്ബേ എനിക്ക് നിന്നെ കാണിച്ചു തരൂ, എനിക്ക് നിന്നെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഖാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ ഹദീസിൽ വന്ന ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അലമു അന്നക്കും ലൻ തറൂന റബ്ബക്കും ഹത്ത തമൂതു, നിങ്ങൾ മരിച്ചാലല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര അങ്ങനെ എന്ത് ചെയ്തു? അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലേ, അതിലെ പണ്ഡിതന്മാരെന്താണ് വിശദീകരിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നേർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, മറിച്ച് ഹൃദയം കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടുമാണ് കണ്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഹൽ റഅയ്ത റബ്ബക ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജ് രാവിലെ താങ്കൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നൂറുൻ അന്ന അറാഹു, നൂറ് കണ്ടിട്ടുണ്ട്, ഒരു പ്രകാശം കണ്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് അള്ളാഹിനെ കാണുക എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ സ്വപ്നത്തിൽ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധിക്കുമോ? അത് കാണാൻ
പറ്റുമെന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അശ്അരികളും ആ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ജഹ്മികളും മുഅ്തസിലികളുമാണ് എന്ത് ചെയ്യുന്നത്, സ്വപ്നത്തിലൂടെ അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തെ നിഷേധിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം എന്ത്, നമുക്ക് സ്വപ്നത്തിലൂടെ കാണുന്ന സമയത്ത് എന്താണ്, അത് കാണുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ രൂപമല്ല എന്ത് ചെയ്യാൻ പറ്റുക, ദുനിയാവിൽ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ റഅയ്തു റബ്ബി ഫി അഹ്സനി സൂറ, എൻ്റെ റബ്ബിനെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടു എന്ന് പറയുന്നത് അത് സ്വപ്നം കണ്ട കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടു എന്നുള്ളത് അത് സ്വപ്നത്തിലൂടെയാണ് കണ്ടുള്ളത്. അപ്പോൾ അതും അള്ളാഹുവിൻ്റെ യഥാർത്ഥ രൂപമല്ല കാണുക. ശേഷം പറഞ്ഞു വൽ ഫിക്റതു ഫില്ലാഹി ബിദ്അ, അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള ചിന്തകൾ അതെന്താണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അതിൻ്റെ രൂപങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകൾ അത് ബിദ്അത്താണ്. ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാരണത്താൽ തഫക്കറു ഫിൽ ഖൽഖി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിങ്ങൾ ചിന്തിക്കുക. വലാ തഫക്കറു ഫില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കരുത്. കാരണം എന്താണ്, നമ്മളുടെ ബുദ്ധി കൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വലയം ചെയ്യാൻ സാധിക്കുകയില്ല. വലാ യുഹീതൂന ബിഹി ഇൽമ, അള്ളാഹുവിനെ അറിവ് കൊണ്ട് നമുക്ക് വലയം ചെയ്യാൻ സാധിക്കുകയില്ല. അത് നമ്മളുടെ നമ്മൾ എന്താണ്, യുക്തിക്കോ ബുദ്ധിക്കോ അതിനുള്ള എന്തില്ല, പ്രാഗൽഭ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഫഇന്നൽ ഫിക്റത ഫിർ റബ്ബി തഖ്ദഹു ശക്ക ഫിൽ ഖൽബി, അള്ളാഹുവിൻ്റെ രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ഹഖീഖത്തിൽ, അവൻ്റെ സിഫാത്തുകളുടെ രൂപങ്ങളെ സംബന്ധിച്ച് ഉള്ള ചിന്തകൾ അത് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം ബുദ്ധിക്ക് അത് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അല്ലേ, ആ സൃഷ്ടിയെ സംബന്ധിച്ച് വരെ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് കുഫായി യാതൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ അള്ളാഹു, അവനെ എങ്ങനെ ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കും നമുക്ക് അല്ലേ? ശേഷം പറഞ്ഞു വഅലം അന്നൽ ഹവാം വസ്സിബാഅ വദ്ദവാബ് നഹ്വ അദ്ദർരി വദ്ദുബാബി വന്നംൽ കുല്ലുഹ മഅമൂറ, എല്ലാവിധ ജീവികൾ, വന്യമൃഗങ്ങൾ, അതുപോലെ തന്നെ ഇഴജന്തുക്കൾ, ഇതുപോലെ ചെറിയ ഉറുമ്പുകൾ, അതുപോലെ തന്നെ ഈച്ചകൾ പോലെ, അതുപോലെ തന്നെ മറ്റ് ഉറുമ്പുകൾ, എല്ലാം തന്നെ കുല്ലുഹ മഅമൂറ, എല്ലാം തന്നെ അള്ളാഹു അതിൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. വലാ യഅമലൂന ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവയിൽ ഒന്നും ഒരു കാര്യവും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിവിടെ പറയാനുള്ള കാര്യം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, അള്ളാഹു എല്ലാത്തിനും സെട്ടിപ്പ് നൽകി എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഗൈഡൻസും നൽകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ എന്താണ് ഗൈഡൻസ് അനുസരിച്ചുകൊണ്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇബ്നു സീനയെ പോലുള്ള ഫിലോസഫർമാർക്കുള്ള മറുപടിയാണ്. അവർ പറയുന്നത് എന്താ, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കുല്ലിയായ ഇൽമ ഉള്ളൂ എന്നുള്ളത്, മൊത്തത്തിലുള്ള അറിവേ ഉള്ളൂ. ഇങ്ങനെ ജുസ്ഇ ആയിട്ടുള്ള എന്താണ്, വളരെ എന്താണ് സൂക്ഷ്മമായ അറിവ് അള്ളാഹുവിന് ഇല്ല എന്നുള്ള വാദം, അത് ഏറ്റവും വലിയ കുഫറായിട്ടുള്ള വാദമാണ്. അതിനുള്ള മറുപടിയും കൂടിയാണ് ഈ ഒരു ഫഖറ. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിപ്രായ പ്രകാരം എല്ലാ സൂക്ഷ്മമായ കാര്യവും അള്ളാഹു അറിയുന്നുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ ഇൽമും അതുപോലെ തന്നെ അനുമതിയും കൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ശേഷം പറഞ്ഞു വൽ ഈമാൻ ബി അന്ന അല്ലാഹു തആല ഖദ് അലിമ മാ കാന മിൻ അവ്വലി ദഹർ, അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കൽ. വമാ ലം യകുൻ, ഇനി നടന്നിട്ടില്ലാത്ത കാര്യം എങ്ങനെയാ നടക്കായിരുന്നെങ്കിൽ,
സംഭവിക്കായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. വമഹു ഖൈൻ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അഹ്സാഹു അദ്ദഹു അദ്ദ, എല്ലാത്തിനെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനെയും അള്ളാഹു എണ്ണിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമൻ ഖാല ഇന്നഹു ലാ യഅലമു ഇല്ലാ മാ കാന വമാ ഹുവ കായിൻ ഫഖദ് കഫറ ബില്ലാഹിൽ അദീം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മാത്രമേ അറിയുന്നുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഇതാരുടെ വാദമാണ്? ഖദരികളുടെ വാദമാണ്. അവർ പറയുന്നത് എന്താണ്? അള്ളാഹുവിന് അസലിയായ ഇൽമില്ല, മറിച്ച് ഓരോ കാര്യങ്ങളും വഇന്നൽ അംറ ഉനുഫ്, ഓരോ കാര്യങ്ങളും അത് അപ്പോൾ സംഭവിക്കുമ്പോൾ മാത്രമേ അള്ളാഹു അറിയുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ വാദം. അതെന്താണ് ആ വാദം? അത് കുഫറിൻ്റെ വാദമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ തക്ഫീർ ചെയ്തിട്ടുള്ളത്. അത് സഹീഹ് മുസ്ലിമിലെ 1-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം പറഞ്ഞു, വലാ നിക്കാഹ ഇല്ല ബി വലി, വലിയല്ലാതെ നിക്കാഹില്ല. വശാഹിദി അദൽ, നീതിമാന്മാരായ 2 സാക്ഷികളും വലിയുമില്ലാതെ നിക്കാഹില്ല. വസദാഖ്, അതുപോലെ തന്നെ മഹറുമില്ലാതെ. ഖല്ല ഔ ഖദർ, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും മഹറില്ലാണ്ട്, അതുപോലെ തന്നെ 2 സാക്ഷികളും വലിയുമില്ലാതെ എന്തില്ല? നിക്കാഹ് നടക്കുകയില്ല. വമൻ ലം യകുൻ ലഹാ വലിയുൻ ഫസ്സുൽത്താനു വലിയുമല്ല വലിയല. ഒരാൾക്ക് വലിയില്ല, ഒരു പെണ്ണിന് വലിയില്ലെങ്കിൽ ആരാണ് അവരുടെ വലിയ? ഭരണാധികാരിയാണ്. അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിക്കാഹിന് വലിയ വേണം എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾപ്പെട്ടതാണ്. മുബ്തദികളിൽ നിന്ന് വേർതിരിയുന്ന ഒരു വിഷയമാണ്. കാരണം എന്താണ്? ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുത്തഅ കല്യാണങ്ങൾ എന്ന് പറയുന്ന വിവാഹങ്ങളുണ്ട് അല്ലേ, താൽക്കാലിക വിവാഹങ്ങൾ, അതിനൊന്നും വലിയ ഉണ്ടാവാറില്ല. അവർക്കുള്ള എതിരായിക്കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ വ്യതിചലിച്ചു പോയൊരു വിഷയമായതുകൊണ്ട് നമ്മളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ പെടുന്ന കാര്യമാണെന്ത്? വലിയ വേണം, അതുപോലെ തന്നെ സാക്ഷികളും അതുപോലെ മഹറും ഒക്കെ വേണം എന്നുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലി വശാഹിദി അദൽ, വലിയില്ലാണ്ട് നിക്കാഹില്ല. അതുപോലെ തന്നെ നീതിമാന്മാരായിട്ടുള്ള സാക്ഷികളില്ലാണ്ട് എന്തില്ല? നിക്കാഹില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് അതുപോലെ തന്നെ അബൂ ദാവൂദ് തിർമിദിയും ഒക്കെ റിവായത്ത് ചെയ്ത് സഹീഹായിട്ടുള്ള ഹദീസാണ്. മാത്രമല്ല അഹ്ലുർ റഅയിൻ്റെ ആളുകൾ, യുക്തിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഫിഖ്ഹിൻ്റെ വിഷയങ്ങളിലൊക്കെ യുക്തിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെയും വാദമാണ്, ഒറ്റപ്പെട്ട വാദമാണെന്ത്? വലിയില്ലാതെയും നിക്കാഹ് സാധ്യമാകുമെന്നുള്ള വാദം. അതും ഹനഫികളുടെ വാദമാണെന്ത്? ഒരു പെണ്ണിന് സ്വന്തത്തെ വിവാഹം ചെയ്തു കൊടുക്കാം വലിയില്ലാതെ എന്നുള്ളത്. അത് പക്ഷേ വളരെ ദുർബലമായിട്ടുള്ള വാദമാണ്. ശേഷം പറഞ്ഞു, വഇൻ തല്ലഖ الرجل امرأته ثلاثا فقد حرمت عليه, ഒരാൾ സ്വന്തം ഭാര്യയെ 3 വട്ടം തലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ അവർ തലാക്ക് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, പിന്നെ ഭാര്യയല്ല. വലാ തഹല്ലു ലഹു ഹത്ത തൻകിഹ സൗജൻ ഗൈറ, ആ സ്ത്രീ സ്വാഭാവികമായിട്ട് ഒരാളെ കല്യാണം കഴിച്ച് സ്വാഭാവികമായിട്ട് വിവാഹമോചനം ചെയ്യുന്നതിലൂടെ പിന്നീട് കല്യാണം കഴിക്കല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരാൾ 3 തവണ സ്വന്തം ഭാര്യയെ തലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയെ തിരിച്ചെടുക്കാനത്തില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷനില്ല. എങ്ങനെയല്ലാതെ ഒരാൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയെ കല്യാണം കഴിക്കുകയും സ്വാഭാവികമായിട്ട് വിവാഹമോചനം ചെയ്യുകയും ചെയ്യുക അല്ലാണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വലാ തഹില്ലു ലഹു ഹത്താ തൻകിഹ സൗജൻ ഗൈറ, ഇത് പരിശുദ്ധ ഖുർആനിൽ ആയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളതാണ്. അത്തലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ ഫഇൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറ എന്നുള്ളതാണ്.
മറ്റൊരു ആൾ സ്വാഭാവികമായിട്ട് വിവാഹം ചെയ്ത് തലാഖ് ചെയ്യണം. എങ്കിലാണ് ഇയാൾക്ക് ആദ്യം തലാഖ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവരെ തിരിച്ചെടുക്കാനും വിവാഹം ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇത് ഷിയാക്കൾ ഈ വിഷയത്തിൽ എന്താണ് എതിരഭിപ്രായമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഹനഫികളിൽപ്പെട്ടുള്ള അഹ്ലുർ റഅയിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് ഹലാലാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്, അത് സൂത്രപ്പണി, അതെല്ലാം എന്താണ് ദുർബലമായിട്ടുള്ള വളരെ നമ്മുടെ വിശ്വാസത്തിന് എതിരാകുന്ന വിഷയങ്ങളാണ്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. വഹദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.